ആദ്യക്കന്നെ ഈ പൊല്ലാപ്പിന് പോണ്ടാച്ചാ പോരെ, എന്നാ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ത്വലാഖും ഒരിക്കലും കളിക്കരുത്. അത് എങ്ങനെ വന്നാലും അത് അതിൻ്റെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞൊരു ഹദീസ് ശ്രദ്ധേയമാണ്. 3 കാര്യത്തെ റസൂലുള്ള എണ്ണി പറഞ്ഞിട്ട് പറഞ്ഞു, അത് നിങ്ങൾ കാര്യമായിട്ട് ചെയ്താലും കാര്യമായിട്ട് സംഭവിക്കും, നിങ്ങൾ തമാശക്കായാലും അത് കാര്യമായിട്ട് സംഭവിക്കും. അങ്ങനത്തെ 3 കാര്യമുണ്ട്. അതിൽ 1-ാം നമ്പർ ത്വലാഖായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് വന്ന ഹദീസ് റസൂലുള്ള പറഞ്ഞു, സലാസുൻ ജിദ്ദുഹുന്ന ജിദ്ദുൻ വ ഹസ്ലുഹുന്ന ജിദ്ദുൻ. കണ്ടോ? അപ്പൊ 3 കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ കാര്യമായിട്ട് ചെയ്താലും കാര്യമായിട്ട് സംഭവിക്കും, നിങ്ങൾ തമാശയിൽ പറഞ്ഞാണെങ്കിലും കാര്യമായിട്ട് സംഭവിക്കും. എന്നിട്ട് പറഞ്ഞു അന്നിക്കാഹു വത്തലാഖു വറജഅതു. കണ്ടോ? അവിടെ ത്വലാഖ് എണ്ണിയിട്ടുണ്ട്. നിക്കാഹ് അങ്ങനെയാണ്, ത്വലാഖ് അങ്ങനെയാണ്. അപ്പൊ ഈ ത്വലാഖ് ശരിക്കും അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ത്വലാഖ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാര്യമായിട്ട് ചൊല്ലിയാലും തമാശക്ക് ചൊല്ലിയാലും നിങ്ങൾ ദേഷ്യം പിടിച്ച് ചൊല്ലിയാലും നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും ത്വലാഖിന്റെ ആ യഥാർത്ഥ പദത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ത്വലാഖ് സംഭവിക്കും. പിന്നെ ന്യായം നിരത്തിയിട്ട് കാര്യം ഉണ്ടാവില്ല. ഈ ഒരു എൻ്റെ ഹദീസ് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതിന് തന്നെ ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇത് അതിൻ്റെ ഒരു കാരണം തന്നെ എങ്ങനെയാണ് എന്നുള്ളത് അബൂദാവൂദ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു റസ്ലാൻ റഹിമഹുല്ലാ അവിടെ അബൂദാവൂദ് വിശദീകരിച്ചു ഷറഹ് സുനൻ അബൂദാവൂദിൽ വ്യക്തമായിക്കൊണ്ട് അവിടെ പറയുന്നുണ്ട്. കണ്ടോ? ഹാദൽ ഹദീസു ലഹു സബബുൻ. ഈ ഹദീസിനൊക്കെ ഒരു കാരണമുണ്ട്. ഒരു വെറുതെയാണ് പറഞ്ഞു പോയ ഹദീസൊന്നും അല്ല. അതിൻ്റെ ഒരു പിന്നിലൊരു സംഭവമൊക്കെ നടന്നിട്ടുണ്ട്. അതായത് അബൂദർദാ റളിയല്ലാഹു അൻഹു തൊട്ട് വന്ന അത് ഈ ജാഹിലിയ കാലഘട്ടത്തിൽ ചില ആളുകളൊക്കെ എന്താകും, എൻ്റെ ത്വലാഖ് ചൊല്ലും. എന്നിട്ട് അവർ ഇന്നമാ ത്വല്ലഖ്തു വ അന ലാഇബ്, ഞാൻ ത്വലാഖ് ചൊല്ലിയത് അത് കളിയാണ്, തമാശയാണ്, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ആ ഒരു സന്ദർഭം വരുന്ന സമയത്ത് റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞു. മാത്രമല്ല ഖുർആനിലെ ആയത്തും അങ്ങനെ തന്നെയല്ലേ. അൽ ബഖറ സൂറത്തിലെ 231 വചനം നോക്കിയാൽ കാണും, വലാ തത്തഖിദു ആയാത്തില്ലാഹി ഹുസ്വാ. ഉണ്ടോ? അള്ളാഹുവിൻ്റെ ഹുക്മുകൾ, ആ നിയമങ്ങളെ നിങ്ങൾ കളിയായിട്ട് കാണാൻ പാടില്ല. അതൊരു കളിയായിട്ട് നിങ്ങൾ എടുക്കരുത്, നിസ്സാരമായിട്ട് എടുക്കരുത് എന്ന് പറയുന്ന ആയത്തൊക്കെ തെളിവായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാഹിലിയ കാലത്തുള്ള കാര്യങ്ങൾ അത് ആ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കും, ത്വലാഖ് സംഭവിക്കും എന്നൊക്കെ വെച്ചുകൊണ്ട് ഈ ഹദീസ് വെച്ചുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്.